ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നു. ഗൈസ്, നടന വിസ്മയം മോഹൻലാൽ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ദേവാസുരം എന്ന് പറഞ്ഞൊരു മാസ്റ്റർ പീസ് ക്ലാസിക് മൂവീൻ്റെ രണ്ടാം ഭാഗമായ രാവണപ്രഭു അത് റിലീസ് കണ്ടിട്ട് വന്നിരിക്കുകയാണ്. വന്ന് വീട്ടിൽ കയറിയോളൂ, അപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കും. എനിക്ക് ഈ ഒരു ഹൈപ്പിൽ തന്നെ ഈ കാര്യം പറയണം. എൻ്റെ തൊണ്ട ഇടറിയിട്ടുണ്ട്, എൻ്റെ ശബ്ദം മാറിയിട്ടുണ്ട്, എനിക്കറിയാം. അതിന് മാത്രം അർമാദിച്ച് പൊളിച്ചടക്കി. കവിത തിയേറ്റർ ഞാൻ മുമ്പ് ചോട്ടാ മുമ്പേ കണ്ടപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതപ്പോൾ തന്നെ തൂക്കിപ്പോയി. അത് പറയുന്ന കാര്യം കോപ്പിറൈറ്റ് അടി സ്ട്രൈക്ക് അടിച്ച് കിട്ടിയ ആ വീഡിയോയ്ക്ക്. അതങ്ങനെ പോയി. ആക്ച്വലി ഒഫീഷ്യലി നാളെയാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് ഇറങ്ങുന്നത്. ഇന്നൊരു സ്പെഷ്യൽ ഷോ, ഒരു ഫാൻസ് പിള്ളേർക്കൊക്കെ വേണ്ടി അടിച്ചു പൊളിക്കാൻ, പിന്നെ കുറച്ച് സെലിബ്രിറ്റീസോ ക്രൂ മെമ്പേഴ്സോ ആരൊക്കെ ഉണ്ടെന്ന് കേട്ടായിരുന്നു. ആരെയും കണ്ടൊന്നുമില്ല, അതിനുള്ള ഗ്യാപ്പോ തക്കോ ഒന്നും കിട്ടിയില്ല. അടിച്ചു പൊളിച്ചു എന്ന് വേണം പറയാൻ. ഞാൻ ആലോചിക്കണം, രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യൻ, മാസ് ഡയലോഗ്, കടിച്ചാൽ പൊട്ടാത്ത മാസ് ഡയലോഗുകളൊക്കെ ലാലേട്ടനൊക്കെ കൊണ്ട് ഇങ്ങനെ ചുമ്മാ അത് ഇപ്പം ഞാൻ ഈ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. എന്തോരം കിടിലൻ ഷോട്ടാണ് സിനിമയിൽ, എന്തോരം വൺ ഷോട്ട് സാധനങ്ങളുണ്ട്. ലാലേട്ടൻ നിർത്താതെ ഇങ്ങനത്തെ ഒരു നെടുനീള ഡയലോഗ് ഇങ്ങനെ പറയുന്നത്, എന്തോരം സീൻസ്. ഞാൻ ലാലേട്ടൻ ആ ഒരു രണ്ട് രീതിയിലുള്ള കഥാപാത്രങ്ങൾ, ഒരു വയസ്സായ നീലകണ്ഠനും കൗമാരം യൗവനം ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം ആര് വന്നാലും അങ്ങ് ഒസ്താം എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുന്ന കാർത്തികേയനും, ആ ഒരു അത് പൊളിച്ച് അടുക്കി. എനിക്കൊന്നും പറയാനില്ലേ, സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയാം. സിനിമ എങ്ങനെയാണ്, എന്താണ് സംഭവിക്കുന്നത്, എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷേ ആ 2-3 പാട്ടുകളായാലും അറിയാതെയൊക്കെ ആ തിയേറ്റർ എക്സ്പീരിയൻസ് ശരിക്കും അടിച്ചു പൊളിച്ചെന്ന് തന്നെ പറയണം. തകിലുമുകിലായാലും പൊട്ടുകുത്തടി ആയാലും എല്ലാം കൊണ്ടും. ഇപ്പോൾ ചോട്ടാ മുംബൈ പറഞ്ഞ ഇതിൻ്റെ 2 എക്സ്പീരിയൻസ് നോക്കുമ്പോൾ ഏതാണ് മികച്ചതെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് സത്യം പറഞ്ഞാൽ ചോട്ടാ മുംബൈ കുറച്ചും കൂടി, അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു പക്ക എൻ്റർടൈനറാണ്. അതൊരു എന്താ പറയുക, ഒന്നും നോക്കാതെ ചുമ്മാ ചിരിച്ച് കളിച്ചിരിക്കാനുള്ള സിനിമയാണ്. ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും എൻഡ് ഓഫ് ദി ഡേ ആ സിനിമ ഫുള്ളൊരു വൈബാണ്. ആ സിനിമ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ മാത്രമല്ല, അതിൽ കൂടെ ഉണ്ടായിരുന്ന മണിച്ചേട്ടനായാലും ബിജുകുട്ടൻ ചേട്ടനായാലും ജഗതി ചേട്ടനായാലും അങ്ങനെ പലവരും ഉണ്ട്. എല്ലാവരും അഴിഞ്ഞാടിയ ഒരു സിനിമയാണ്. അത് പ്യുവർ എൻ്റർടൈനറാണ്. ഇതെന്ന് പറയുമ്പോൾ പക്ക ഒരു മാസ് പടം. അപ്പോൾ ആ 2 എക്സ്ട്രീംസിൽ നിൽക്കുന്ന എക്സ്പീരിയൻസാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. പക്ഷേ ഇതും എനിക്കങ്ങനെ പറയാൻ പറ്റൂലേ. ഞാനിപ്പോൾ ഇത് അടിപൊളി എന്ന് പറഞ്ഞാലും അത് അടിപൊളി എന്ന് പറഞ്ഞാലും എനിക്ക് ആ ഒരു എന്താ പറയുക, ആ ലെവല് മാറാതെ നിൽക്കും. എൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെയാണ്. അന്ന് കണ്ടു വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഹൈപ്പ് എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും എനിക്ക് ഇരിക്കുന്നത്. സത്യസന്ധമായിട്ട് അടിച്ചു പൊളിച്ചു, അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ 2-3 ക്ലിപ്പൊക്കെ കുറച്ച് ഉള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോ എൻ്റെ ചാനലിൽ കിടക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് അവിടെയൊക്കെ ടീസ് ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ നാളെ ഒഫീഷ്യലി ഇറങ്ങും. എല്ലാവരും കാണാത്ത പയ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ, TV കണ്ട് ഇഷ്ടപ്പെട്ട പയ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പോയി പടം കാണുക, നല്ല തിയേറ്ററിലൊക്കെ പോയി കാണുക. പിന്നീട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവർ ഒരു സീൻ പടത്തിൽ കട്ട് ചെയ്തു റിലീസ് ഇറക്കിയപ്പോൾ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സീനായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർത്തികേയൻ ജാനകീനെ കാണാൻ വരുന്ന ഒരു സീനുണ്ട്. എന്ന് വെച്ചാൽ തട്ടിക്കൊണ്ട് പോയതിന് ശേഷം ആ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് കാണാൻ വരുന്ന ഒരു സീനുണ്ട്. അത് അവർ കട്ട് ചെയ്ത് കളഞ്ഞു. അത് കുറച്ച് വിഷമം ഉള്ള കാര്യമായി പോയി. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീൻസാണ് അതൊക്കെ. ടോട്ടലി സ്ക്രീൻ പ്ലേ വൈസ് എന്തൊക്കെ നോക്കുകയാണെങ്കിലും നല്ല ഒഴുക്കുള്ള സ്ക്രീൻ പ്ലേ, നല്ല ഡയലോഗ്സ്, നല്ല പ്രസൻറ്റേഷൻ, അത്ര പറയാനുള്ളൂ. സോ ദാറ്റ്സ് ഓൾ വിത്ത് രാവണപ്രഭു റിലീസ്. ഇനി അടുത്ത നരം വരട്ടെ, 2020 വരട്ടെ, എല്ലാം വരട്ടെ. ഒപ്പം മമ്മൂക്കേൻ്റെ രായമാണിക്യം അത് വരട്ടെ. ഇനി ഞാൻ ലാലേട്ടൻ ഫാനാണ്, ശരിയാണ്. എല്ലാ കാര്യവും ശരി തന്നെയാണ്. എനിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പോലും മമ്മൂക്കേനെ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. മമ്മൂക്കേൻ്റെ നല്ലൊരു റിലീസ് പടം വന്നാൽ ഇതേപോലെ തന്നെ ഞാൻ അതിനും ആഘോഷിക്കും. എനിക്ക് പക്ഷാഭേദം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. മറ്റേ ഫാൻ ഫൈറ്റ് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. ഇപ്പം നല്ല പടം മമ്മൂക്കേ ലാലേട്ടൻ, നമുക്ക് നമ്മുടെ ചെറുപ്പകാലങ്ങൾ മമ്മൂക്ക, ലാലേട്ടൻ, ദിലീപേട്ടൻ ഇവരൊക്കെ നല്ല രീതിയിൽ നമ്മളെയൊക്കെ ചിരിപ്പിച്ചതും കരയിപ്പിച്ചതൊക്കെ ആയിട്ടുള്ള
നടന്മാരാണ്. അപ്പോൾ നമുക്ക് കുറേയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സായി അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ മമ്മൂക്കൻ്റെ രാജമാണിക്യം വരണം എന്നുള്ളൊരു ആഗ്രഹം ഇപ്പോഴും എനിക്കുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ പോയി അതും അടിച്ചു പൊളിച്ച് കാണും. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.